ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗത്തിന്റെ വെളിച്ചത്തിൽ തുടർന്ന് നമുക്ക് ത്രിയേക ദൈവം എന്നുള്ള വിഷയത്തെ ആധാരമാക്കി അല്പം ചിന്തിക്കാം. ലോകവ്യാപകമായി ക്രൈസ്തവ കുലത്തിൽ എല്ലായിടത്തും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണല്ലോ ത്രിയേക ദൈവം എന്നുള്ളത്. അത് തിരുവചന വെളിച്ചത്തിൽ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് പ്രാർത്ഥനാപൂർവം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. ആദ്യമായി ദൈവം ആരാണ് എന്നുള്ള വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. പാരമ്പര്യമായി നമുക്ക് കിട്ടിയ അറിവോ നമ്മുടെ ധാരണകളോ അല്ല വേണ്ടത്. തിരുവചനത്തിൽ 27-ാം സങ്കീർത്തനത്തിൽ എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന ഹൃദയം പറയുന്നു എന്ന വചനമുണ്ടല്ലോ. നമുക്ക് ദൈവത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവും പറഞ്ഞു, യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സത്യമാണ് ദൈവം എന്നുള്ളത്. ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവിലോ ചില തോന്നലുകളിലോ ധാരണകളിലോ ഉള്ള നിഗമനങ്ങളിൽ എത്തുന്നതല്ല വേണ്ടത്. മറിച്ച് പ്രാർത്ഥനാപൂർവം ഈശ്വരനെ അന്വേഷിക്കുകയും ഈശ്വരനെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പ്രപഞ്ച സൃഷ്ടാവായ സർവത്തിൻ്റെയും ഉടയവനായ സർവശക്തനായ സർവവല്ലഭനായ സർവജ്ഞനായ മഹാദൈവത്തിൻ്റെ അസ്തിത്വം ഈശ്വരനില്ല എന്ന് പറയുന്നവർക്ക് പോലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തുമാകട്ടെ, സത്യം അതാണ്. സത്യമുണ്ട്. ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവം സകലത്തെയും ഭരിക്കുന്നു, നയിക്കുന്നു എന്നുള്ളത് നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ദൈവത്തെ നമുക്ക് തിരുവചന വെളിച്ചത്തിൽ അന്വേഷിക്കാം. മറ്റു വശങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് തിരുവചനത്തിൽ ദൈവത്തെ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാം നോക്കുന്നത്. ആ ദൈവത്തെ നമുക്ക് തിരുവചന വെളിച്ചത്തിൽ ഒന്ന് നോക്കാം. ആമുഖമായ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. മഹോന്നതനായ മഹാദൈവത്തെ എളിയവരായ ദൈവസൃഷ്ടികളായ നമ്മളെ എത്ര അന്വേഷിക്കാൻ ശ്രമിച്ചാലും അതിന് പരിമിതികളുണ്ട്. ഉദാഹരണത്തിന്, ഒരു 70 വയസ്സായ ഒരു പിതാവിൻ്റെ സന്നിധിയിൽ ചെറുമകനായ 3 വയസ്സുള്ളൊരു കുഞ്ഞ് നിന്ന് സംശയങ്ങൾ ചോദിച്ചാൽ എത്രയായാലും ആ കുഞ്ഞിൻ്റെ സംശയങ്ങൾക്ക് സ്പഷ്ടമായും കൃത്യമായും അവന് മനസ്സിലാകുന്ന ഭാഷയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ 70 വയസ്സുള്ള ഒരു ഗ്രാൻഡ് ഫാദറിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങളൊക്കെ പറയാമെങ്കിലും 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന നിലയിൽ, മനസ്സിലാകുന്ന നിലയിലല്ലേ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയൂ. അത് എത്രയൊക്കെ ശ്രമിച്ചാലും പരിമിതികളുണ്ട് എന്നതുപോലെ തന്നെ മഹോന്നതനായ മഹാദൈവത്തെ പറ്റി നാം എത്ര ശ്രമിച്ചാലും എത്ര പഠിച്ചാലും നമ്മുടെ മാനുഷികമായ പരിമിതികൾക്കുള്ളിൽ ഒത്തിരി പരിമിതികളുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മുന്നമേ നമ്മുടെ മനസ്സിൽ വയ്ക്കേണ്ടതുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്ന വിഷയങ്ങൾ ബോധ്യപ്പെടുത്താൻ തിരുവചനത്തിൻ്റെ ആശയം പ്രയോജനപ്പെടുമെന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. തിരുവചനത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം വാക്യത്തിൽ തന്നെ ദൈവം എന്ന പരാമർശം നമുക്ക് കാണാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടി. ഇവിടെ ഈ 1-ാം വാക്യത്തിൽ ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ തിരുവചനം വിട്ട് ഒരൽപ്പം ഭാവനാപരമായ തിരുവചനത്തിൽ രേഖപ്പെടുത്താത്ത ചില ചിന്തകളിലേക്ക് പോവുകയാണ്. എൻ്റെ കേൾവിക്കാർ അത് വിശ്വസിക്കണമെന്നില്ലെങ്കിലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാമെങ്കിലും ഞാനിത് പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു വരാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഇവിടെ ഈ 1-ാമത്തെ വാക്യത്തിൽ
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് എന്നാണ്? നമുക്കറിയാം, അതിന്റെ 3-ാം വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. അപ്പൊ ഈ 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചത് വെളിച്ചമാണ്. പക്ഷെ അതിനു മുൻപാണ് 1-ാം വാക്യത്തിലാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ശ്രോതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ നിഗമനത്തിൽ, തോന്നലിൽ ഇനി ഇങ്ങനെയാണ് തോന്നുന്നത്. അനാദിയുടെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ യുഗങ്ങൾ, കോടാനുകൂടി സഹസ്രാബ്ദ യുഗങ്ങൾക്ക് മുൻപേ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തോന്നലാണ്, തെളിവില്ലാത്ത കാര്യമാണ്. കാരണം നമുക്കറിയാം, ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാട് പുസ്തകത്തിലെ വിശദീകരണങ്ങളിൽ 4 മൃഗങ്ങളെപ്പറ്റി, 24 മൂപ്പന്മാരെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. അതിനു മുൻപ് പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ദൂതന്മാർ, പിന്നെ മീഖായേല്, ഗബ്രിയേല്, ലൂസിഫർ തുടങ്ങിയുള്ള പ്രധാന ദൂതന്മാരെ പറ്റിയുള്ള പരാമർശനങ്ങൾ തുടങ്ങിയ പലതുമുണ്ടല്ലോ. ഇവരെയൊക്കെ എപ്പോഴാണ് ദൈവം സൃഷ്ടിച്ചത്? ഇവരാരും സ്വയം ഭവിച്ചവരായിരിക്കില്ലല്ലോ, ദൈവം സൃഷ്ടിച്ചതല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ ദൈവം എപ്പോഴാണ് സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചാൽ നമുക്കൊരന്തവും ബന്ധവും കിട്ടത്തില്ല. കാരണം അതാ പറഞ്ഞത്, നമ്മുടെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങൾ തന്നെയാണവ. അപ്പൊ എൻ്റെ ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരു സങ്കല്പം എന്ന് പറയുന്നത്, കോടാനുകൂടി യുഗങ്ങൾക്ക് മുൻപേ, ഇപ്പൊ നമുക്കറിയാമല്ലോ, ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്, പല ഗ്രഹങ്ങളുണ്ട്, ഗാലക്സി തുടങ്ങിയ പലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ വെറുതെ ദൈവം സൃഷ്ടിച്ചതാകില്ലല്ലോ. ദൈവത്തിന് സൃഷ്ടിപ്പിന്റെ പിൻപിൽ ഒരു രഹസ്യമുണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു പദ്ധതി ഉണ്ടാവും, ഒരു ലക്ഷ്യബോധമുണ്ടാവും. അങ്ങനെ ദൈവം സൃഷ്ടിച്ച അനേക ഗ്രഹങ്ങളുടെയോ ഗാലക്സികളുടെയോ ഒക്കെ അതിനകത്ത് ദൈവം പലതിനെയും സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കാൻ വഴിയുണ്ടെന്നാണ് എൻ്റെ നിഗമനം. ഇപ്പോൾ ഈ ഭൂമിയിൽ അനേക പക്ഷിമൃഗാദികളെയും മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ സൃഷ്ടിച്ച് ദൈവമാക്കി വെച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് മനുഷ്യരുടെ കാര്യം നമുക്കെടുക്കുക, ബാക്കിയെല്ലാം തൽക്കാലം വിടാം. ഇപ്പൊ നമ്മള് കോടാനുകൂടി ജനം ഈ ഭൂമിയിലുണ്ട്. ഇവരിൽ ദൈവം ചിലരെ തെരഞ്ഞെടുത്ത് യോഗ്യത നെണ്ണി ചില ദൗത്യങ്ങളിൽ ഏൽപ്പിക്കുമല്ലോ ലോകാവസാനത്തിൽ. എന്നതുപോലെ പല ഘട്ടങ്ങളിലായി, യുഗങ്ങളായി ദൈവം പല സൃഷ്ടിപ്പുകൾ നടത്തി, അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, അവരെ പരിശീലിപ്പിച്ച്, അവരിൽ കൊള്ളാകുന്നവരായി തെളിഞ്ഞവരെ, ബോധ്യം വന്നവരെ പല ചുമതലകളിൽ ഏൽപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്ത ആ അനുഭവങ്ങളുള്ളവരാണ് 4 മൃഗങ്ങൾ, 24 മൂപ്പന്മാർ, ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സ്വർഗീയ സൈന്യം, അല്ലെങ്കിൽ ദൂതന്മാർ, പ്രധാന മാലാഖമാരൊക്കെ തുടങ്ങിയവരൊക്കെ. അവർക്കൊക്കെ പ്രത്യേക സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത് അവർ ജീവിച്ചിരുന്ന കാലത്ത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിലായിരിക്കാം സ്ഥാനമാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ലൂസിഫർ ഉള്ളിൽ നിഗളിച്ചപ്പോൾ തന്നെ ദൈവം ശിക്ഷിച്ച് താഴെയിട്ടു. തന്നോടുകൂടെ കുറെ ദൂതന്മാരും നഷ്ടപ്പെട്ടു. ഇതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു എന്ന് എനിക്ക് പറയാനാവൂ. ഇതിനൊന്നും തിരുവചനത്തിൽ കൃത്യമായ തെളിവ്, വിശദീകരണമോ പറയാൻ എനിക്കറിയില്ല. ഞാനൊരു ചിന്ത പങ്കിട്ടു എന്ന് മാത്രമേ കൂട്ടിയാൽ മതി. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പേരിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവിൽ, എൻ്റെ ചിന്തയിൽ ദൈവം തൻ്റെ പേര് വ്യക്തമായി വെളിപ്പെടുത്തിയത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലാണ് എന്നാണ് തോന്നുന്നത്. ഇതെല്ലാം കൃത്യതയോടെ 100% അങ്ങനെയാണ് എന്ന് ഖണ്ഡിതമായി പറയാനുള്ള പ്രാഗൽഭ്യം എനിക്കില്ല, അതിനുള്ള അറിവും എനിക്കില്ല എന്ന് തുറന്ന് സമ്മതിക്കട്ടെ. എൻ്റെ അറിവിലും അനുഭവത്തിലും പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, അതിലാണ് ദൈവം
വ്യക്തമായി തൻ്റെ പേര് വെളിപ്പെടുത്തിയതായി എനിക്ക് തോന്നുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കും. ഇതെന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. ഇവിടെ കൃത്യമായി ദൈവം പറഞ്ഞിരിക്കുകയാണ്, പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും എന്ന് പറഞ്ഞാൽ യഹോവ എന്നാണ് ദൈവത്തിൻ്റെ നാമം എന്ന് ദൈവം വെളിപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഞാൻ ഇസ്രായേലിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ നോക്കി. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ അവരുടെ തിരുവചന ഭാഗത്ത് ദൈവത്തെ പറ്റി എന്ത് പേരാണ് വിളിക്കുന്നത്, എന്ത് പേരാണ് അവർ ഉൾക്കൊള്ളുന്നത് എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, YWH. അപ്പോൾ അതിനകത്ത് സ്വരാക്ഷരങ്ങളില്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് പറയാനാവില്ലെങ്കിലും യഹോവ എന്നാണ് പൊതുവെ വിളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനിടയായത്. അതാണ് ദൈവത്തിൻ്റെ നാമമായിട്ട് യഹൂദന്മാരും അംഗീകരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം കണ്ടേക്കാം. കാരണം അനേക വർഷങ്ങൾക്ക് മുൻപ് ഭാഷയോ മറ്റു വ്യാകരണങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിലുള്ള ലിഖിതങ്ങളായതുകൊണ്ട് കൃത്യതയോടെ നമുക്ക് ഒരു ഉച്ചാരണം പറയാനാവില്ല. എങ്കിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വിശുദ്ധ ഗീതമനുസരിച്ച് യഹോവ എന്നാണ് ദൈവത്തിൻ്റെ നാമം എന്ന് കൃത്യമായി എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ കാര്യത്തിൽ സംശയമേ ഇല്ല. ഈ നമ്മൾ പൊതുവിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ മോശ വിധിച്ചു എന്നാണല്ലോ പൊതുവിൽ വിശ്വസിക്കുന്നത്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതങ്ങ് വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാം. ആ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് ആദ്യമായി യഹോവ എന്ന പരാമർശം കാണുന്നത്. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം എന്ന് പറഞ്ഞ് ബാക്കി ഭാഗം വരികയാണ്. അപ്പോൾ അവിടെ യഹോവ എന്ന പദം കാണുന്നുണ്ട്. അങ്ങനെ തിരുവചനത്തിലുടനീളം പിന്നെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതൊക്കെ യഹോവ എന്ന നാമത്തിലാണ്. നമ്മുടെ പ്രധാന ചിന്താ വിഷയം ത്രിയേക ദൈവം എന്നുള്ളതാണല്ലോ. അപ്പോൾ ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ 3 വ്യക്തിത്വങ്ങൾ കൂടി ഒരു ദൈവം എന്ന ആശയമാണ് പൊതുവിൽ പഠിപ്പിക്കുന്നതും ചിന്തിക്കുന്നതും. ഈ ത്രിയേക ദൈവം അല്ലെങ്കിൽ ഈ 3 വ്യക്തിത്വങ്ങളെയും പരാമർശിക്കുന്ന തിരുവചന ഭാഗങ്ങൾ പഴയ നിയമത്തിൽ അത്ര വ്യക്തമായി എൻ്റെ ഓർമ്മയിൽ അറിവിലില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കാണുന്ന ചില പരാമർശങ്ങൾ നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷയാക്കിക്കൊള്ളും. ഇവിടെ യേശുക്രിസ്തു പറയുന്ന വാക്യമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് കൃത്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. ഈ 3 വിഷയങ്ങൾ 3 വ്യക്തിത്വങ്ങൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഏകദൈവത്തിൽ ഈ 3 വ്യക്തിത്വങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ 3 വ്യക്തികൾ ചേർന്നതാണ് ഏകദൈവം എന്ന ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അടുത്ത് നമുക്ക് റോമാലേഖനം 15-ാം അധ്യായത്തിലെ 32-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെയും സമാനമായ ഒരു ചിന്ത കാണാം.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ 3 പരാമർശം കാണുന്നുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തു, ആത്മാവ്, സമാധാനത്തിന്റെ ദൈവം. സമാധാന പിതാവ് എന്ന് പറയുന്നില്ല, സമാധാനത്തിന്റെ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇത് ത്രിയേക ദൈവം എന്ന പരാമർശത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അടുത്തത് എൻ്റെ ഓർമ്മയിലും ചിന്തയിലും വേഗത്തിൽ വരുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമാണ്. അതെല്ലാവർക്കും സുപരിചിതമായ വാക്യമായിരിക്കും. കാരണം മീറ്റിംഗ് എല്ലാം പ്രാർത്ഥന യോഗ കഴിയുമ്പോൾ ആശീർവാദം പറയുന്നത് ഈ 3 പേരിലാണല്ലോ. അതിലിങ്ങനെ പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെയാണ് അത് കൂടുതൽ വ്യക്തമായും കൃത്യമായും ത്രിത്വം എന്ന വിഷയം വെളിപ്പെട്ടു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ അവിടെയും ഏകദേശം ഈ ത്രിയേക ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു പരാമർശിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്: ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിൽ മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ വാക്യങ്ങളിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തിത്വങ്ങളെ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാമേ. ഇങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു 4 റെഫറൻസസ് തിരുവചനത്തിൽ, പുതിയ നിയമത്തിൽ വായിക്കുകയുണ്ടായി. ഈ വചനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ 3 വ്യക്തിത്വങ്ങളെ പറ്റിയുള്ള ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടുമുള്ള പരാമർശങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ദൈവമൊക്കെ. അടുത്തതായി നമുക്ക് ഈ 3 വ്യക്തിത്വങ്ങളുടെയും പേരുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. നാം യഹോവ എന്ന പദം ശ്രദ്ധിച്ചല്ലോ. അത് ദൈവത്തിന്റെ നാമമാണ്, എന്നേക്കുമുള്ള ജ്ഞാപകമാണ് എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയതായി നാം ചിന്തിക്കുകയുണ്ടായി. ആ തിരുവചന ഭാഗവും വായിക്കുകയുണ്ടായത്. അടുത്തതായി യേശുക്രിസ്തുവിന്റെ പേര്. യേശുക്രിസ്തുവിന്റെ പേര് യേശു എന്ന് ഗബ്രിയേൽ ദൈവദൂതനെ ദൈവം അയച്ച് മറിയത്തോടും യോസഫിനോടും അറിയിച്ച പ്രകാരം യേശു ജനിച്ചപ്പോഴേ യേശു എന്ന് പേരിട്ടു എന്നും, യേശുക്രിസ്തു പൊതുവിൽ എല്ലാവരും അറിയുന്ന യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതിനകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നത്തേത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് എന്താണ് പേര് എന്നൊരു വിഷയം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് തിരുവചനത്തിൽ അസന്നിഗ്ധമായി തെളിയിക്കപ്പെടാൻ പറ്റില്ലെങ്കിലും എൻ്റെ എളിയ പഠനത്തിലും ചിന്തയിലും വെളിപ്പെട്ടു വന്ന ഒരാശയം ശ്രോതാക്കളോട് പങ്കിടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അതിനോട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്കതിന് അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ യോജിക്കാൻ കഴിയാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതെനിക്ക് എന്നെ ഒന്ന് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇന്ന കാരണത്താൽ അത് സ്വീകാര്യമല്ല എന്ന് ഒന്ന് വിശദീകരിക്കുകയോ ചെയ്താൽ എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ തിരുത്താനൊരു അവസരമാകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പേര് മെൽക്കിസദേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഉൽപ്പത്തിയെപ്പറ്റി, പ്രപഞ്ച സൃഷ്ടിയുടെ, അതായത് ദൈവം പരാമർശിക്കാത്ത, ബൈബിളിൽ ഇല്ലാത്ത ചില സൂചനകൾ ഞാൻ ആരംഭത്തിൽ ഒന്ന് കുറിച്ചല്ലോ. അപ്പോൾ നമ്മൾ ദൈവം ശ്രദ്ധിച്ചു കാണണമല്ലോ. അനാദിയുടെ ആദിയിൽ ദൈവം പലതും സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വചനത്തിലൊന്നും പറയുന്നില്ല. അത് ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്, നമുക്ക് ആർക്കും അറിയില്ല. വെറും ഭാവനയിൽ, ചിന്തയിൽ, ഊഹത്തിൽ, സങ്കല്പങ്ങളിൽ ചിലതൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞേക്കാമെന്നത് അത് തെറ്റോ ശരിയോ ആയേക്കാം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവ്
യുദ്ധം ചെയ്ത് ജയിച്ചു വരുമ്പോൾ മെൽക്കിസദേക്ക്, ശാലേം രാജാവായ മെൽക്കിസദേക്ക് തന്നെ അപ്പവും വീഞ്ഞുമായി എതിരേറ്റു എന്നൊരു ഭാഗം കാണുന്നുണ്ടല്ലോ. ഈ ശാലേം രാജാവും ശാലേം എന്നൊരു രാജ്യമോ അതിൻ്റെ വിഷയങ്ങളൊന്നും നമുക്ക് വിശദമായി അറിയത്തില്ല. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെട്ട മെൽക്കിസദേക്ക് പരിശുദ്ധാത്മാവായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ പ്രധാനമായ വിശദീകരണങ്ങൾ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലാണ്. എന്നാൽ അതിനു മുൻപായി നമുക്ക് മറ്റൊരു ഭാഗം കൂടി കേൾക്കാം. ഈ സങ്കീർത്തന പുസ്തകം 110 എല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണിത്. അവിടെയും ദൈവം, യഹോവയായ ദൈവം യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു പരാമർശനമായിട്ട് ഒരു വാക്യം കാണുന്നുണ്ട്. 110-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുരവിക്കുകയുമില്ല. അത് നീ എന്നുദ്ദേശിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 110-1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു മശീഹ സങ്കീർത്തനമാണ്. പ്രധാനമായും ആ സങ്കീർത്തനത്തിന്റെ ഊന്നൽ മുഴുവൻ അതിൻ്റെ 7 വാക്യങ്ങളിലും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നീ മെൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുരവിക്കുകയുമില്ല എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ പറ്റി ഉള്ള ഒരു പരാമർശനമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കാര്യത്തിലൊരു ബോധ്യം തന്നിരിക്കുന്നത് കൊണ്ട് ഞാനതങ്ങനെ വിശ്വസിക്കുകയാണ്. അടുത്തതായി നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരാം. ആ എബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 19-20 വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം, പദം ശ്രദ്ധിക്കണമേ, അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അത് ശ്രോതാക്കൾ പിന്നീട് ചിന്തിക്കുകയോ ധ്യാനിക്കുകയൊക്കെ ചെയ്യൂ. എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ പ്രകാശിപ്പിക്കുന്നു ആ നിലയിൽ അത് ഉൾക്കൊള്ളൂ. അടുത്തതായിട്ട് ഗൗരവമായി ചിന്തിക്കേണ്ട ചില വാക്യങ്ങളിലൂടെ നമുക്ക് വായിക്കാം. അതിൻ്റെ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങൾ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രാഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ച് അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അടുത്ത വാക്യം ദൈവം വളരെ ഗൗരവമായി ശ്രദ്ധിക്കണമേ. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവിടെ ആ പദം ശ്രദ്ധിക്കൂ. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കും. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഗോത്രപിതാവായ അബ്രാഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10-1 കൊടുത്തുവല്ലോ. ലേവീപുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രാഹാമിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നൊരു തർക്കമില്ല, ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. കണ്ടോ, ഇവിടെ
ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രാഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കിസേദെക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നവർ. ഈ വാക്യങ്ങളിൽ നമ്മൾ ആദ്യം വായിച്ച പ്രത്യേകിച്ച് ആ 3-ാം വാക്യം വളരെ ഗൗരവമാണ്. പിതാവില മാതാവില വംശാവിലില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനാകും. ഇത് വെച്ച് നോക്കുമ്പോൾ ഈ മെൽക്കിസേദെക്ക് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് ഇനി ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. 110-ാം സങ്കീർത്തനത്തിൽ ആ വാക്യവും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഇത് മെൽക്കിസേദെക്ക് തന്നെയാണ് എന്ന് ഉറപ്പായി വിശ്വസിക്കുകയാണ്. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ പേര് യഹോവ എന്നും യേശുക്രിസ്തുവിൻ്റെ പേര് യേശു എന്നും പരിശുദ്ധാത്മാവിൻ്റെ പേര് മെൽക്കിസേദെക്ക് എന്നും ആകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ 3 വ്യക്തിത്വങ്ങൾ കൂടിയ ഒരു കൂട്ടായ്മ, ദൈവത്തിൻ്റെ കൂട്ടുകുടുംബം, അതിലെ 3 അംഗങ്ങൾ, അതിൽ ഇവർ 3 പേരും ദൈവങ്ങളാണോ എന്നതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം. ആ വിഷയം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ചിന്തയിൽ ഗൗരവമായി പഠിക്കാം. അതുവരെയും ഇതിൻ്റെ ശരിയായ പ്രകാശനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ടതിന് ദൈവനം പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. നമുക്ക് അബദ്ധം പറ്റാതിരിക്കുവാൻ തിരുവചന വെളിച്ചത്തിൽ തന്നെ നമ്മുടെ പഠനങ്ങൾ ഊന്നി നിൽക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ ക്ലാസ് ശ്രദ്ധിച്ച് ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി കരയിട്ടുന്നു. നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഇതിനോട് തുടർഭാഗമായി ചിന്തിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.